നമസ്തേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് എന്താണ്? പണം, ജോലി, കുടുംബം, അതോ നിങ്ങളുടെ മൂല്യങ്ങളോ? കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ദുര്യോധനൻ വിചിത്രമായ ഒരു ഉത്തരവ് നൽകുന്നു. എല്ലാവരും ഭീഷ്മരെ സംരക്ഷിക്കൂ. ഒരു ചോദ്യം: ഇത്രയും മഹാവീരന്മാർ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഭീഷ്മരെ മാത്രം സംരക്ഷിക്കാൻ പറഞ്ഞു? ഭീഷ്മർ ശക്തനായതുകൊണ്ടോ അതോ ദുര്യോധനന്റെ ഉള്ളിലെ ഭയം കൊണ്ടോ? ഇന്നത്തെ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണോ അതിനെ നാം സംരക്ഷിക്കണം. ഇന്ന് നമുക്ക് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 11 ആഴത്തിൽ പഠിക്കാം. ഈ ഒരു ശ്ലോകം നേതൃത്വം, ഉത്തരവാദിത്തം, മുൻഗണനകൾ എന്നിവയെക്കുറിച്ചുള്ള അത്ഭുതകരമായ ജീവിത പാഠം നൽകുന്നു. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിത. എല്ലാവരും തങ്ങളുടേതായ സ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. എല്ലാ ഭാഗത്തു നിന്നും ഭീഷ്മ പിതാമഹനെ സംരക്ഷിക്കുകയും ചെയ്യുക. ദുര്യോധനന് അറിയാമായിരുന്നു ഭീഷ്മർ കൗരവസേനയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിനാൽ ഭീഷ്മർ വീണാൽ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകരും. ഒരു നേതാവിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഈ ശ്ലോകം കാണിച്ചു തരുന്നു. ഓരോ കുടുംബത്തിനും, ഓരോ സ്ഥാപനത്തിനും, ഓരോ സമൂഹത്തിനും ഒരു ഭീഷ്മർ ഉണ്ടാകും. അനുഭവവും മൂല്യങ്ങളും സ്ഥിരതയും നൽകുന്ന ഒരാൾ. അവരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ദുര്യോധനൻ യുദ്ധത്തിനു മുൻപ് ഒരു കാര്യം മനസ്സിലാക്കി. ഒരു വലിയ സംവിധാനത്തിന്റെ ശക്തി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളെ സംരക്ഷിക്കുന്നതിലാണ്. അത് ഇന്നും ശരിയാണ്. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തി പലപ്പോഴും മാതാപിതാക്കളോ മുത്തച്ഛനോ മുത്തശ്ശിയോ ആയിരിക്കും. അവരുടെ അനുഭവവും സ്നേഹവും കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്നു. ഒരു വിദ്യാർത്ഥിയുടെ ഭീഷ്മർ ആരാണ്? ഒരു നല്ല അധ്യാപകൻ. അവരുടെ മാർഗനിർദ്ദേശം ജീവിതം മാറ്റും. ഒരു കമ്പനിയിലെ പരിചയസമ്പന്നരായ ജീവനക്കാർ പുതിയവരെ വളർത്തുന്നു. അവരെ വിലമതിക്കാത്ത സ്ഥാപനങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ജീവിതത്തിൽ എല്ലാം ഒരുപോലെ പ്രധാനമല്ല. ഏതാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് തിരിച്ചറിയുക. അതിനെ സംരക്ഷിക്കുക. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വിശ്വാസം, ഇവയാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. ഇന്നത്തെ ഗീതാ ചലഞ്ച് ഇതാണ്. ഒരു പേപ്പറിൽ എഴുതൂ എന്റെ ജീവിതത്തിലെ 5 വിലപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം സ്വയം ചോദിക്കൂ, ഇവയെ സംരക്ഷിക്കാൻ ഞാൻ ദിവസവും എന്താണ് ചെയ്യുന്നത്? ഇന്നു തന്നെ ഒരു ചെറിയ നല്ല തീരുമാനമെടുക്കൂ. ദുര്യോധനൻ ഭീഷ്മരെ സംരക്ഷിക്കാൻ പറഞ്ഞു. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത്. ഹേ കൃഷ്ണ, നല്ലതും വിലപ്പെട്ടതുമായ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം ഞങ്ങൾക്കു തരയണമേ. ധർമ്മത്തെയും കുടുംബത്തെയും നല്ല മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ജീവിതത്തിൽ ശരിയായ മുൻഗണനകൾ തിരഞ്ഞെടുക്കാൻ അനുഗ്രഹിക്കണമേ. ഹരി ഓം തത്സത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. നന്ദി.